സ്ഥാനാർത്ഥിയല്ലേ? എൻ്റെ വീട്ടിൽ വോട്ടുണ്ട്, എൻ്റെ ബന്ധുക്കളുടെ വോട്ടുണ്ട്, സുഹൃത്തുക്കളുടെ വോട്ടുണ്ട്. ഈ വോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. പ്രത്യുപകാരമായിട്ട് നിങ്ങൾ എനിക്ക് കാര്യന്നൂർ സൊസൈറ്റിയിൽ പൈസ വാങ്ങിച്ചു തരാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത് നമ്മള് ജയിച്ചു കഴിഞ്ഞാ ഓഫറൊന്നല്ല ഇത് ഞാൻ എന്റെ വിഷമം പറയണേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കുന്നതല്ലേ, വോട്ട് വയ്ക്കാൻ വന്നേക്കുന്നതല്ലേ, ഇലക്ഷൻ പ്രചാരണത്തിന് വന്നേക്കുന്നതല്ലേ. എനിക്ക് ചോദിക്കാനും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. എന്റെ വോട്ട്, എന്റെ കുടുംബത്തെ വോട്ട്, എന്റെ ബന്ധുക്കളുടെ വോട്ട്, എന്റെ സുഹൃത്തുക്കളുടെ എല്ലാവരും വോട്ട് ഞാൻ നിങ്ങൾക്ക് ധരിക്കാം. പകരം എനിക്ക് കരിയർ സൊസൈറ്റിയിൽ എന്റെ നിക്ഷേപം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് എങ്ങനെ സാധിക്കും? അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാധിക്കും പറയുന്നില്ലേ, പക്ഷെ ഇത് മറ്റു ഉള്ള സംഘടനകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോ ആ കോപ്പറേറ്റീവ് ബാങ്ക് ഏത് സംഘടനകൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു മറുപടി തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഈ കാര്യം ചോദിച്ചു വരണ്ട എന്നുള്ളത്. എന്ത് പരിശ്രമിക്കണേ? എന്താണ് നിങ്ങൾക്ക് പരിശ്രമിക്കാൻ പറ്റും? കാണുന്ന നോക്കിക്കണ്ട. പറഞ്ഞു മനസ്സിലായി. ഞാനിത് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് വല്ലത് ആണോ മാനുണ്ടോ ഈ വക ആൾക്കാരെ പിന്നാലെ കിടന്ന് നടക്കാനായിട്ട്? നിങ്ങൾക്ക് വല്ലത് ആണോ മാനുണ്ടോ? അതിന് തന്നെ ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എന്റെ കുടുംബത്തിൽ കയറി വരുന്നത്? പറഞ്ഞിട്ടില്ലേ ഞാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാണോ മാനുണ്ടോ ഈ കാശ് വാങ്ങിച്ചു തരാനായിട്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലിക്ക് ശമ്പളം കിട്ടണ്ടോ? മര്യാദയ്ക്ക് ജോലിക്ക് ശമ്പളം കിട്ടണം മര്യാദയ്ക്ക് പോവാ. എന്നിട്ട് നിങ്ങൾ പറയും